എന്തെല്ലാം പറഞ്ഞാലും നമ്മളിത് കാണുന്നവരാണ് ഇതിനകത്ത് ഹീറോ. നമ്മളിവിടെ ഇരിക്കുന്നവരോ അങ്ങനെയൊന്നുമില്ല. ഈ കണ്ടിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് നമ്മൾ തോന്നണ്ടേ. എന്ന് വെച്ചാൽ അവർക്കത് ചെയ്യാൻ തോന്നിയോണ്ടാണ്. നമ്മളിപ്പോൾ ചിലവരെല്ലാം പറയും എത്ര മില്യനായി എന്നെല്ലാം പറയും. സത്യത്തിൽ നമ്മളല്ല അതിൽ പ്രൗഢ ചെയ്യേണ്ടത്, ആ ചെയ്തവരാണ്. അവർക്ക് അർഹതപ്പെട്ടതാണ്. അവരാണ് ശരിക്കും. അവരൊരാൾ വിചാരിച്ചാൽ നമ്മളത് ഇല്ലല്ലോ, അത് അവരാണ് ശരിക്കും ഹീറോ. അവർക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ നിലനിന്ന് പോകുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ നല്ല കണ്ടന്റ് കാര്യം ചെയ്യുമ്പോൾ അവരത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ജീവിതം തന്നെ നമുക്ക് ഉണ്ടാക്കിയതിനകത്ത്. ഈ മേഖലയിൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ മനുഷ്യരും ചെറിയ 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ വലുതായി വരുമല്ലോ. ഇനിയിപ്പം എന്തെങ്കിലും ഈ മേഖല കുറച്ചും കൂടി വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് നീങ്ങണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇപ്പം നിലവിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാന് മനസ്സിലുണ്ടോ? എനിക്ക് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഇങ്ങനെ സിനിമ നമ്മൾ ചെയ്യുന്നല്ലേ ചെയ്യുന്നത്, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് യൂട്യൂബിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബായിട്ട് നല്ല ഇതിലാണ് പോകുന്നത്. ഒരു കമ്പനി ഇതിലെ അങ്ങനെ തന്നെ കാണും നമ്മൾ. അപ്പോൾ അവരും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല. എന്നാലും സമീപകാലത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നമുണ്ട്. അത് എന്തായാലും ചെയ്യണം തന്നെ വിചാരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കുന്നു. പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ബിജുവിന് മാസം 30 ലക്ഷം വരുമാനമുണ്ട്, 35 ലക്ഷം വരുമാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും. ശരിക്കും അത് അത്രയുണ്ടോ? എന്താണ് ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ ആണോ? എന്താണ് അതിന്റെ? അത് എത്രയും എക്സ്പെക്ട് ചെയ്യാം. അത് ആൾക്കാർ ഇഷ്ടമാണ്. അത് നമ്മള് പറയണ്ട അവര് 30-ഓ 40-ഓ എനിക്ക് പറയാം. അത് നമുക്ക് അതിന്റെ ഇതറിയോ. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്നും കൂടി പറയട്ടെ, കൂടുതൽ പറഞ്ഞോട്ടെ എന്നില്ല. വയസ്സും വരുമാനം ചോദിക്കറേ. ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും കൂടുതലായിട്ട് പറയണം വെച്ചിട്ട് അവരത് ചോദിക്കാത്തോണ്ട് പറയാൻ പറ്റില്ല എന്നുള്ള അല്ല, എന്തെങ്കിലും കൂടുതൽ പറയാൻ ആഗ്രഹം അനുഭവത്തിന്റെ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇവര് എല്ലാ ചോദ്യവും ചോദിച്ചു. ഈ ചോദ്യങ്ങളെല്ലാം ലോക്കാണ് ശരിക്കും പറഞ്ഞാല്. ചില ആൾക്കാരല്ലേ ചില സാധനങ്ങൾ ചോദിക്കും, അതിന്റെ തെല്ലുണ്ടോ, പിന്നെ വേറെ പറയാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അതുപോലെ ലോക്ക് ചെയ്ത് ചോദിച്ചാൽ മൊത്തത്തിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സാധനം നിരത്തില്ല. അതായത് ബിജു നമ്മളോട് പറഞ്ഞ ബിജു കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ബിജുവിന് കമ്പ്യൂട്ടർ അറിയില്ല, ബിജുവിന് വളരെ ലളിതം എന്നൊക്കെ നമ്മളോട് പറഞ്ഞെങ്കിലും ബിജു പറഞ്ഞ കേട്ടപ്പോ നമുക്കറിയാം ബിജുവിന് നല്ല ആശയമുണ്ട്, നല്ല പണിയെടുക്കാനുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ ഈ പൗലോ കോയിലോയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കേൾക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളൊരു കാര്യത്തിൽ നിരന്തരം പരിശ്രമിക്കണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഒരുപാട് ഐഡിയ ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബിജുവിന്റെ അടുത്ത് എന്തെങ്കിലും കൂടുതൽ ചോദിച്ചറിയാൻ അങ്ങനെ കൈ പൊന്തിക്കുകയാണെങ്കിൽ മൈക്ക് അങ്ങോട്ട് തരാം. ഞാൻ മാത്രം കുടുങ്ങിയാൽ പോരാ, ഇവളും കുടുങ്ങട്ടെ എന്നാ ബിജു പറയണം. അപ്പൊ ബിജുവിന്റെ അനന്തരമുള്ള അല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ബിജുവിന്റെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും പറയാണ്ടോ? ഒന്ന് നിർബന്ധം പിടിക്കുന്നു. അപ്പൊ എന്തെങ്കിലും പറയാം. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലേ പറയുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഈ നമ്മളെപ്പോഴും പറയുമല്ലോ തന്ത വൈബ് എന്ന് പറയുമല്ലോ. നമ്മളെക്കാട്ടി ഭയങ്കര മുതിർന്ന പ്രായമുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരെടുത്ത് എങ്ങനെ നമ്മൾ ഈ കോംബോ എങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേ? മാമൻ തന്നെ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഗ്രാമത്തില് വന്നതാണ്. അപ്പൊ ആടുന്നേ അതിന്റെ ഒരു ഇതിൽ വന്നോണ്ട് നമുക്ക് ഇതിൽ തന്ത വൈബൊന്നും തോന്നിയിട്ടില്ല. ഇവരെന്തെല്ലാം പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ആൾക്കാരെ അതിനനുസരിച്ച് നിൽക്കും. അല്ല നമ്മളങ്ങനെ പറയാനില്ല. മാമന്റെ കൂടെ ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടോ? എന്താണ് അവിടെ എവിടെയൊക്കെ പോയി ഇപ്പൊ നിലവില്? എവിടെയൊക്കെ പോയി ഇതുവരെ? ഈ കണ്ടന്റ് ഹിറ്റ് ആയതിനു ശേഷം എവിടെയൊക്കെ പോയി? ബാംഗ്ലൂർ പോയിട്ടുണ്ട്, തിരുവനന്തപുരം പോയിട്ടുണ്ട്. എല്ലാരെയും വിളിക്കും, പക്ഷേങ്കില് ടീമായിട്ട് പോകാം. എല്ലാം സെറ്റാക്കി തരും അവരെന്നെ. പക്ഷേങ്കിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിൽ? എവിടെയാ പഠിക്കുന്നത്? മയ്യിൽ തന്നെ. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്ക് മോളോടാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പൊ +1 പഠിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സ്കൂളിലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോകളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അവരുടെ ഭാഗത്തു നിന്നുള്ള
ഒരു സപ്പോർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവര് അതായത് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറയാറുണ്ടോ അവര്? കുറ്റങ്ങൾ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ആരും പറയില്ല ഇതുവരെ. ഇങ്ങനെ Okay. പറയും. ഇപ്പൊ മാമനിപ്പോ ചേച്ചിനോട് പറഞ്ഞായിരിക്കും, നമ്മൾ കേൾക്കുമല്ലോ, ഡയറക്റ്റ് ആയിട്ട് പറയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരും പറഞ്ഞിട്ട് ഇതുവരെ കേട്ടില്ല. അല്ലാണ്ട് നല്ല കാര്യങ്ങൾ എല്ലാവരും പറയും, നല്ലതായിട്ടുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറയും. പിന്നെ സ്കൂളിൽ പോയാലും പറഞ്ഞാൽ ടീച്ചർമാർക്കെല്ലാം അറിയാം, എല്ലാ ടീച്ചർമാർക്കും അറിയാം ഏകദേശം. പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം അറിയാം. പിന്നെയും നമ്മളിങ്ങനെ ഒരുമാതിരി നമ്മളങ്ങനെ റേഞ്ചിലങ്ങ് വിട്ട് കളിക്കാതുകൊണ്ട് അവര് പറയും. അപ്പോ അങ്ങനെയല്ല, ഇത് നമ്മളിങ്ങനെ അതാ പ്രശ്നം. ഞാൻ യൂണിഫോം ഇട്ട് വന്നോണ്ട് എല്ലാവരും ഒരേ യൂണിഫോം അല്ലേ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്തായാലും എന്ത് ചെയ്താലും നമ്മളെ അടുത്ത സുഹൃത്തുക്കള് നമ്മളെ അങ്ങനെ പറയാ അതല്ലേ അത് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വെക്കുമ്പോ ഊക്കലാണ്. ഇപ്പൊ എല്ലാരും അതെ, ഏത് കാര്യം പറഞ്ഞാലും കൂട്ടത്തിൽ നിന്ന് തന്നെ ഊക്കലും ഞാൻ. അത് ഈ കാര്യം പറഞ്ഞാലും എല്ലാ കാര്യം വീഡിയോ നമ്മളെ ചെങ്ങായില്ലേ അവനെ എന്നാന്ന് പറഞ്ഞേ, നമ്മളെ പോലീസറിയാ പറയണ്ട ഒന്ന് എന്തോ നമ്മളൊരു ഞാനിനി കഥയിൽ അവനെന്ന് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെയും കൂടി ഞാൻ കൂട്ടി അപ്പം കുമാരാട്ടിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ കോക്കാച്ചി, അപ്പോൾ ഓനെ കുറേ വാട്സപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കോക്കാച്ചി ഓരോ പേര്. അപ്പോൾ എനിക്ക് പറ്റിയതാണെന്നല്ല പറ്റുക. അതുപോലെ നമ്മളെ ചെങ്ങന്മാരിൽ അങ്ങനെയൊക്കെ പറയാം. എനിക്ക് നിങ്ങളുടെ ഫാമിലി മൊത്തത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ, കോഴിക്കോട് വെച്ച് ഷൂട്ടിംഗ് ഒക്കെ നടന്നുണ്ട്. അന്ന് കാണാൻ വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡിനോടെ വിളിച്ചത്. അപ്പൊ അന്ന് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ കുടുംബത്തിനോ അപ്പൊ ആ ഫിലിമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? വരാൻ പറ്റില്ല, സോറി. അപ്പൊ അത് ഇവിടെ നടന്നൊരു സിനിമയാണ്. അത് എന്റെ അമ്മക്ക് അന്നേരം ഈ ഓപ്പറേഷൻ സമയത്തായിരുന്നു. ഇവര് എല്ലാം ഡേറ്റ് എല്ലാം പറഞ്ഞ അമ്മയുണ്ട് ഇതിനടുത്ത്. അപ്പൊ എല്ലാം പറഞ്ഞ അമ്മയും വരാന്നെല്ലാം പറഞ്ഞു നോക്കുമ്പോ അന്നേരം അവര് പറഞ്ഞ് ഈ അമ്മക്ക് 60 വയസ്സുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഒന്ന് ചെക്കാക്കണം, ഡേറ്റ് എടുക്കുന്ന അവര് പ്രായമുള്ളവരെ സിനിമ എടുക്കുന്ന ചെക്കാക്കി തോന്നും. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലട്ടാ. പ്രശ്നങ്ങൾ അഥവാ സിനിമ നടന്നുകൊടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് അമ്മ അറിയില്ല. അങ്ങനെ ചെക്കാക്കി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിത് അറിഞ്ഞത് കേട്ടോ, അമ്മേന്റെ ഈ വാൾവിന്റെ പ്രശ്നം അറിഞ്ഞത്. അപ്പോൾ നമ്മളവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള, അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ വേണമെന്നുള്ള അറിയുന്നത്. അതിലേക്ക് നമ്മൾ അറിയില്ല സിനിമ വന്നിട്ടില്ലെങ്കിൽ. അന്നേരം അല്ല, അത് രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലേ, അടുത്ത ഓപ്പറേഷൻ എടുത്ത സമയത്ത് അത് ഓപ്പറേഷൻ എടുത്ത സമയത്താട്ടാ അന്നേരം വന്നത്, അതിനു മുമ്പല്ല. ഓപ്പറേഷൻ എടുത്ത സമയത്താണ്. അപ്പോൾ ഡേറ്റ് ഇട്ട് അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഉണ്ടാകുന്നിട്ട് നമ്മളിങ്ങനെ തള്ളി നീക്കലായിരുന്നു, നാളെ കഴിയുന്നായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ഡേറ്റ് അവർ പെട്ടെന്ന് കുറച്ച് കൂടി ഇട്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ നടക്കുന്ന സമയത്തായിരുന്നു ഞാനും കവിയും വന്നിട്ട് ഓരോ സീനിൽ ഇങ്ങനെ വന്നിട്ട് ചെയ്തു. പെട്ടെന്ന് ഇവര് ആ ഓപ്പറേഷൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരാൻ കഴിയില്ല, അമ്മക്ക് വരാൻ കഴിയില്ല. അപ്പൊ അവരോട് നിങ്ങൾ രണ്ടാളും വന്ന് അഭിനയിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാനും കഴിയും പിന്നെ ഓരോ സീൻ അഭിനയിച്ചു. പിന്നെ നോക്കുമ്പോൾ ഡേറ്റ് അവർ പറഞ്ഞു ഇനി നീട്ടാൻ കഴിയില്ല, പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആ സിനിമയിൽ അന്ന് ഞാനൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ കരഞ്ഞുകൊണ്ട് സിനിമ സെറ്റിൽ വന്നിട്ട് നമ്മള് ഭയങ്കര സങ്കടത്തിൽ തിരിച്ചു പോയതാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞ് അടുത്ത തവണ ആകുമ്പോൾ നമ്മൾ എന്തായാലും വിളിക്കുക, ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വരാൻ കഴിയില്ല അമ്മക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഉണ്ടായിരുന്നു. ഡയറക്ടർ ഭയങ്കര സങ്കടമായി. ഞാനുള്ളതിന്റെ ആ വീഡിയോ നമ്മൾ തിരിച്ചു പോകാൻ പറയുന്നേ. ഒരു ദിവസം നമ്മൾ ആദ്യം വരും കോഴിക്കോട്, അന്നേരം ചാനൽ തുടങ്ങിയോളാം. അതെ അതെ, സുഖമായിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ട് കോഴിക്കോട്. എല്ലാവരും അടിയുണ്ട്. നമ്മൾ തന്നെ പെട്ടെന്ന് പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരാം. ഹസ്ബൻഡിനോട് ചോദിച്ചിരുന്നു.